രാവിലെ ഫുൾ അംഗം ഇവിടെ ഷാമ്പൂ ചെയ്യുന്ന അലമ്പോടലമ്പ. എന്നത് അത് ചോറ് കൊണ്ടുവന്നുണ്ടോ? നീ ചോറ് കൊടുക്കടി. അതാ വെക്കാം. എന്നാ മിണ്ടായിടി. എന്നാ ചെല്ലേ വന്നില്ല. മുടി ഒന്നും ചീകിട്ടില്ല കേട്ടോ. മുടി ഇനി നാളെ മുട്ടടിക്കാൻ പോകുന്നിൻ്റെ വേണം. മുടി സൂക്ഷിക്കത്തില്ലാത്തവർക്കെല്ലാം ഉള്ള പണിഷ്മെൻ്റ് എന്ന് വെച്ചാൽ മുടി മുട്ടടിക്കുക എന്നുള്ളതാണ്. ആടി പോന്നു. എടി കിടന്നപ്പോ ഞാൻ പറഞ്ഞില്ലടി ഇവളോട്. ഞാൻ എപ്പോഴാ പറഞ്ഞേ? എടി അത് ചോറ് കൊണ്ടുപോകുമ്പോ തരാവേ. ആ ഇന്നിപ്പോ സ്നാക്സ് അല്ലേ കൊണ്ടുപോകുന്നേ. ചോറ് കൊണ്ടുപോകുമ്പോ കൊച്ചിനതാ കൊണ്ടുപോകുന്നേ. ആ ഒരു ദിവസം കൊടുത്തുവിടാം. നാളെ കൊച്ചിന് അതാണേ. ആ മിടുക്കി. എൻ്റെ അമ്മച്ചി നിനക്കുണ്ട്, നാരായണിക്കൊന്നും പഠിത്തമില്ല. അതന്നെയാണോ അവരുടെ സ്കൂളിൽ നിന്ന് അവിടെ പോകുന്നത്? അതുകൊണ്ട് നാരായണിക്കുന്ന ക്ലാസ് ഇല്ല. നാരായണി ഇന്ന് ഫ്രീ. ഏഴ് 35 റിമോട്ട് എന്ത്? ഇന്നും ഒരു കോഴിക്കുഞ്ഞെടുത്ത് എല്ലാം ഒരു വല്ലാത്ത കോഴിക്കുഞ്ഞുങ്ങളായിട്ട് ഒരാരോഗ്യമില്ലാത്ത. പറഞ്ഞോ. അവിടെ പിന്നെ എന്തിനു കാണുന്നതിന് കുഴപ്പമില്ല. ചോദിച്ചിട്ടുണ്ടായി ഇടിയും കിട്ടും. ജയോട് ഞാൻ പറയും, നീ ഭയങ്കര ചോദ്യരാ, എന്നാ കഴിച്ചെന്ന് ചോദിച്ചു. വീട്ടിലോട്ട് അവരുടെ അടുത്ത് അങ്ങനെ തിരുപ്പതിക്ക് പോകാനൊന്നും സമയമില്ല. ജനമുള്ള സമയത്ത് തിരുപ്പതിക്ക് ചെന്നിട്ട് എന്നാ എടുക്കാൻ 3 ദിവസം അവിടെ പോയി നിൽക്കണ്ടേ? ഞങ്ങൾ കഴിഞ്ഞ പോയിട്ട് അങ്ങനായിരുന്നു. അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ ആരുമില്ലായിരുന്നു. അങ്ങനെ അത് അവർ പാലായിൽ നിന്ന് 2 പേര് പോവാ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് വണ്ടിക്കൂലിയൊക്കെ അവർ എടുത്തോളാന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ വിളിച്ചുകൊണ്ടങ്ങ് പോയി. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് അവിടെ ചെന്നപ്പോഴത്തേനും ഞങ്ങൾ നടന്നാണ് കയറിയത് താഴേന്ന്. മേളിൽ ചെന്നപ്പോഴത്തേനും ആരുമില്ല. ഞങ്ങൾ അരമണിക്കൂർ കൊണ്ട് 2 പ്രാവശ്യം കയറി തൊഴുത്. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഞാൻ തിരുപ്പതി തൊഴുന്നത്. അങ്ങനെ തൊഴാനേ പറ്റത്തില്ല. 3 ദിവസം 2 ദിവസമൊക്കെ നിൽക്കുന്നതാണ്. അങ്ങനെ അത് ഇപ്പം പോയിട്ട് 2 വർഷം 3 വർഷമായി. അതായിട്ട് വല്ലപ്പോഴും ആരെങ്കിലും വിളിച്ചാറില്ല നമുക്ക് അങ്ങനെ പോകും. തിരുപ്പതിക്ക് പോകണം. നമ്മൾ പണ്ട് ഇവരെയൊക്കെ ഇഷ്ടം പോലെ മൂകാംബിക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. മൂകാംബിക്കൊക്കെ വന്നിട്ടുണ്ട്. പളനി. നിങ്ങൾക്ക് ഓരോ സ്ഥലം പോകുമ്പോൾ നമ്മൾ ആൾക്കാരെയൊക്കെ താല്പര്യമുള്ളവരെയൊക്കെ കൊണ്ടുപോകായിരുന്നു. തിരുപ്പതി ആന്ധ്രയിൽ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് അമ്പലം. അപ്പോൾ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇപ്പോൾ ചോദിക്കുക. നമ്മൾ അന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആയിരുന്നു. നാരായണി മാത്രമേ ഉള്ളൂ. അവിടെ ആയിട്ടങ്ങ് പോയാൽ മതി, വിഷയമൊന്നുമില്ല. ഇപ്പം അങ്ങനെ അല്ലല്ലോ. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം അതുകൊണ്ട് ഒരു പരിപാടിയും നടക്കുകയില്ല. അത് തന്നെയല്ല, നമ്മൾ ആവശ്യത്തിനൊക്കെ പോയി, എല്ലായിടത്തും പോയി, ഇഷ്ടം പോലെ പോയി. മൂകാംബികയിലൊക്കെ എത്ര തവണ പോയെന്ന് പോലും അറിയത്തില്ല. അതുപോലെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും അതുപോലെ ഒന്നും പോകാനും പറ്റിയില്ല. ആ സ്ഥലങ്ങളൊക്കെ അവിടുത്തെ സെറ്റപ്പും എല്ലാം മാറിപ്പോയി. അതുകൊണ്ടും 2 കേസ് കൊണ്ട് താല്പര്യമില്ലാത്ത ഒന്ന്, നമ്മൾ പഴയ പൊയ്ക്കൊണ്ടിരുന്ന പോലെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ പോയെന്ന് പറഞ്ഞാൽ തന്നെ പഴയ ഒരു സുഖം കിട്ടത്തില്ല ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിൽ പോകുമ്പോൾ. അതുകൊണ്ട് നമ്മൾ പഴയത് നല്ലതായിട്ട് ആസ്വദിച്ചുകൊണ്ട് ഇവരിപ്പോൾ കാണിക്കുന്ന ഈ ഒരു സംഭവത്തിനൊരു ആ രീതിയിൽ പോകാൻ നമുക്ക് താല്പര്യമില്ല.
നല്ല വെയിലടിക്കാൻ പോയി. ഒന്ന് വെയില. ഇന്ന് സ്കൂളിൽ ചോറുണ്ടോ? പിന്നെ ചോറില്ലേ? എന്നാ കറിയെന്നാ ഇന്നലെ? തക്കാളി പിന്നെ മുട്ടക്കറിയൊക്കെ ഉണ്ടോ? തോരനോ? ആഹാ കൊള്ളാലോ. തക്കാളിക്കറി മതിയോ? മതി മതി. എനിക്ക് ബസ്സുണ്ടോ? ഇതാരാ അപ്പേ? എന്താ ചോട്ടെ? ഇതെവിടെ സ്ഥലം? ആ മാത്ത ഡോക്ടറിന്റെ വീടാ. ഇതോ പിന്നെ ഉണ്ടാമല അവിടെ. ആ അത് അവിടെ ഇവിടെ ഒന്നും കാണത്തില്ല. ചന്ദ്രകളപം ചാർത്തി. ആന്റി എവിടെ? അംബ്ലീഷ് ആന്റി എവിടെ? അംബ്ലീഷ് ഒത്തിരി ദിവസമായി വിളിച്ചിട്ട്. എന്ത് ചെയ്യണോ? തിരക്കായിരിക്കും. തിരക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കായിരിക്കും. ആണോ? എവിടെ അങ്കിളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്കിളിന്റെ പേര് ഷാ. ഷാ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഞാനൊരു റസ്കും തിന്നു, ചായയും കുടിച്ചു. കുഞ്ഞെന്നെ കഴിച്ച റസ്ക് കാപ്പിക്ക് ഉണ്ടാക്കുന്നേ ഉള്ളൂ. കപ്പയാ കറി, മീൻകറി ഇരിപ്പുണ്ട്. ചേച്ചി എന്ത് ചെയ്യും? ഇന്നില്ലേ ചേച്ചി? ഇല്ല, പഠിത്തം ഇല്ല. ഇന്ന് പോവാണേ. ആ നിന്റെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയല്ലേ? ഇപ്പം വരും. എന്നതിനാ കരയുന്നേ? ബസ് എന്ത് ചെയ്യുന്നു പറഞ്ഞ എന്തിനാ കരയുന്നേ? ഇതുണ്ടോ അയ്യപ്പൻ വണ്ടികൾ പോകുന്നുണ്ടോ? ഇതെന്നാ വരുന്നത്? ഉണ്ടെങ്കിൽ കയറി പോകും. കാലാവസ്ഥ വീണ്ടും തെളിഞ്ഞു. ഇന്നലെ വരെ നല്ല മൂടലൊക്കെ ആയിരുന്നു. പാലയെല്ലാം പൂത്ത് സെറ്റായിട്ട് നിൽക്കുക.
വന്നേ പറ്റൂ. വരുത്ത മച്ചാ. നീ വളർത്തുന്ന പട്ടിയല്ലേ, അങ്ങനെയൊക്കെ വരുള്ളൂ. നീ അല്ല വളർത്തിയേ, ശ്യാമളയും ജയനും അല്ലേ എന്നെ വളർത്തിയത്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ വളർന്നിട്ടില്ലല്ലോ. അതുവരെ വളർന്ന്. മാനസിക വളർച്ചയാണോ ഉദ്ദേശിച്ചേ? ഞാൻ മാനസിക വളർച്ചയുടെ കാര്യം ഉദ്ദേശിച്ചേ. ദേണ്ടേ വളർത്തിയേക്കെന്ന് പറഞ്ഞോ. അയ്യോ എനിക്ക് വയ്യ, നീ വളർത്തിയത് ദേണ്ട ഒന്നുമില്ല പറയാൻ. അയ്യോ സംഘത്തിൽ പോവാണോ? സംഘത്തിൽ പോയി കാശ് അടച്ചിട്ട് വേണം വരാൻ എനിക്ക്. എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വരുമല്ലേ? അല്ല എന്നിട്ട് ഇങ്ങോട്ട് വരുമോ താഴോട്ട് വരുമോന്ന് ചോദിച്ചേ. അവളെ ആശുപത്രി കഴിഞ്ഞ് പറഞ്ഞ് ഇങ്ങോട്ട് വിടും, ഞാൻ നേരെ അങ്ങോട്ട് പോകും. ആര് അപ്പോൾ ഡിസ്ചാർജ് കാര്യം പറഞ്ഞു. സോഡിയം 125 ആയി 130 ആകുമ്പം പോകാമെന്ന് പറഞ്ഞു. എന്തിനാ സോഡിയം കയറ്റുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. പപ്പയ്ക്കാണ് ഒരു മാറ്റവും. അമ്മ ആശുപത്രി പോകണമെന്ന് പറഞ്ഞാൽ ആശുപത്രി പോയി. ഇനി അമ്മ പോകണ്ടെന്ന് പറയുമ്പോൾ പോകാൻ മതി. അവർ ഡിസ്ചാർജ് ചെയ്യണമെന്നും വീട്ടിൽ പോകുന്നത് തീരുമാനിക്കുന്നത് ഡോക്ടറല്ലേ തീരുമാനിക്കണ്ടേ? അല്ല അല്ല അമ്മയ്ക്ക് പറ്റില്ല നോക്കാൻ. അതുകൊണ്ടാ അങ്ങനെ പറയല്ലോ. അതിന് അമ്മയ്ക്ക് നോക്കാൻ പറ്റുമോ? പേഴ്സ് എൻ്റെ ഞാൻ അടുത്ത് നമ്മളോട് പറഞ്ഞേക്കെ. കൂടെ ഒന്നും വേണ്ട, ഫോൺ വന്നേക്കാൻ പറ. അയ്യോ എൻ്റെ അയൽക്കൂട്ടം വരെ ഒന്ന് വരണമായിരുന്നു. വന്നു. ഇനിയിപ്പം നാരായണിയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഇവിടെ ഹോമിയോ വരെ ഒന്ന് പോകണം. നമ്മളുടെ മുടി നന്നായി നരയ്ക്കുന്നുണ്ട്, പിന്നെ മുടി നന്നായി കുഴിയുന്നുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്. മുമ്പ് കാണിച്ചതായിരുന്നു. വെജിറ്റബിൾസൊക്കെ ഒത്തിരി കഴിക്കണമെന്ന് പറഞ്ഞാൽ അവൾ കേൾക്കത്തൊന്നുമില്ല. എത്രയൊന്നും വച്ചുകൊണ്ടാവില്ല പറയുക നമ്മൾ. ഇനിയിപ്പോൾ എന്തായാലും ഒന്നൊന്ന് കൊണ്ട് കാണിച്ച് മരുന്ന് മേടിച്ചിട്ട് പപ്പാൻ്റെ അടുത്ത് പോകണം. കപ്പളങ്ങ നടക്കുന്നുണ്ട്, ആർക്കും വേണ്ടേ? ഇതാണ് മുളമ്പാലം. വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഈ ആറ്റിൽ നിന്നും അപ്പുറത്തെ അവിടെ നിന്നുള്ള ആറ്റിൽ നിന്നുള്ള വെള്ളം എൻ്റെ അമ്മോ രക്ഷയുണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാം വെള്ളം കഴിഞ്ഞു. നീ ആശുപത്രി പോകുന്നില്ലേ? വരുമോ ഇങ്ങോട്ട്? തിരിച്ചു പോയി നാരായണിയെ മുടി കൊഴിയുന്നു ആശുപത്രി കാണിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് പോയതാ ചെയ്യാ. പക്ഷേ അവളെ ഇങ്ങോട്ട് കയറ്റി വിടുമെന്നാണ് പറഞ്ഞത്. അതൊന്നും നടക്കാൻ വഴിയില്ല. രണ്ടുകൂടെ ചിലപ്പം അങ്ങ് പോവും. രണ്ടുപേരും ചിലപ്പോൾ ആശുപത്രിയിലേക്ക് പോകും. കിഴക്കുനിന്നും പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന അയ്യപ്പ വണ്ടികൾ ഏറ്റവും കൂടുതൽ പോകുന്ന റൂട്ട് ഇതിലെ കൂടെയാണ് തിരിഞ്ഞ് എരുമേലിയിലോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഭാഗം ഭയങ്കരമായിട്ട് ഡേഞ്ചറാണ് ഈ സമയത്ത്. നാരായണോട് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ സൈഡിൽ കൂടെ വരണം, സൂക്ഷിച്ച് വരണമെന്ന്. വരുന്നുണ്ട് അവിടെ നാടി തൂങ്ങി. എന്താ ഒന്നോ എവിടെ ആയിരുന്നു?
ആര് വരണ്ടേ? പെൻസിൽ തുടങ്ങല്ലോ. നോക്കൂന്നേ, നോക്കൂ. കാണത്തില്ല. കാണാവോ? കോട കൈ പിടിച്ചോ. നല്ല ജസ്റ്റ് കൈ പിടിക്കാൻ പറയാം. അവിടെ ചെല്ലുമ്പോഴേക്കും എടുക്കാം. നിന്റെ കയ്യിൽ നിന്ന് പോകത്തൊന്നുമില്ലല്ലോ. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. ഡോക്ടർ മരുന്നെടുക്കാൻ പോയി. നാരായണിക്ക് വെയിൽ കൊള്ളാൻ പറ്റത്തില്ല. വീട്ടിൽ പോകും. വെയിലും കൊള്ളാൻ വയ്യ, വീട്ടിലും പോകാൻ വയ്യ. ഇത് ഗുരുവായൂരപ്പൻ. ഗുരുവായൂർ പോയതോ? അവനാ? അവൻ എവിടെ നിന്ന് പരിചയപ്പെട്ട? കലോത്സവത്തിനുണ്ടായിരുന്നോ? പ്രായപൂർത്തിയാകാത്തവരൊക്കെ ആണോ കണ്ടക്ടറാക്കിയേക്കുന്നത്? ഓ, വലിയ പ്രായമാണല്ലോ. 19-18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വലിയ ആളാണല്ലോ. എന്തും ചെയ്യാനുള്ള ലൈസൻസ്. ഒരു 22 വയസ്സ് വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കൊക്കെ എത്ര പ്രായമായിട്ടും എപ്പോഴും ഇല്ല പകുതിരിവും. ബുദ്ധി വളർച്ചയില്ല. 40 വയസ്സുണ്ട്. 40 വയസ്സ് നിൻ്റെ അമ്മായിപ്പന്. മാതാപിതാക്കളുടെ അല്ല, പിള്ളേർക്ക് പിന്നെ മാതാപിതാക്കൾക്ക് ഒരുപാട് വയസ്സുണ്ടെന്ന് പറയുന്നത് ഞാൻ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നില്ലേ? എനിക്കിതിനേക്കാൾ ഇച്ചിരി ഗ്ലാമറൊക്കെ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് ഭയങ്കരമായിട്ടും എൻ്റെ ഡ്രസ്സ് പോലത്തെ ഡ്രസ്സ് നോക്കി. എന്ത് പറ്റി ഞാൻ ക്യാമറ ഓഫാക്കാൻ? സാധാരണ ഞാൻ ആൾക്കാരെ കാണുമ്പോൾ പേടിച്ചിട്ട് ക്യാമറ ഓഫാക്കുന്നത്. നീ എടുത്തോണ്ട് കൂടി ഞാൻ അപ്പോഴും പറയും. സഹകരിക്കത്തില്ലെങ്കിൽ ഞാൻ അപ്പോഴും പറയും. പക്ഷേ പുള്ളെന്ന് പറഞ്ഞാൽ എന്തുവാ? മരിക്കാനാണല്ലോ. എന്നിട്ട് എന്താ പറ്റി? ആ, കയറി. ഇതാണ് പപ്പ വന്നു. പപ്പായേ ആ വന്നു. എന്നാ വീട്ടിൽ സ്ഥലമില്ലായിട്ടാണോ? അവിടെ വീട്ടിൽ സ്ഥലമില്ലായിട്ടാണോ? എന്റെയാ പ്രശ്നമുണ്ടോ? കഴിഞ്ഞ വർഷം ഇടയ്ക്ക് പോയപ്പം ശബരിമലയിൽ നിന്ന് അരവണം മേടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അല്ല, എന്നാലും ഒരുവിധം കുഴപ്പമില്ലായിരുന്നു. അതോർത്തുകൊണ്ട് 3 മേടിച്ചതാണ്. പക്ഷേ കാച്ചിന് കൊള്ളത്തില്ല. ശർക്കരയൊക്കെ എന്തോ മണ്ണോ എന്തൊക്കെയോ അതിനകത്തുള്ള പോലെ ആയിരിക്കും തോന്നുന്നത്. വെറും പന്ന സാധനം. ഈ പ്രാവശ്യവും നീ ഇതെന്ന് നന്നാവാനാ? കാരണം കുറേ കാലമായിട്ട് ഇത് മോശമായിരുന്നുകൊണ്ട് ഞാൻ മേടിക്കാറില്ല. ഞാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ആരോ മേടിച്ചു തന്നാൽ അത് ഒരെണ്ണം മേടിച്ചോളൂ. അന്നേരം നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാലും
കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതെന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള സാധനമായിരുന്നു. അത് വെച്ചിട്ടാണ് ഈ പ്രാവശ്യം മേടിച്ചത്. പക്ഷെ കൊള്ളില്ല, നിർത്തി. നിനക്കിനി കുഴപ്പമുണ്ടോ വീഡിയോ എടുത്താൽ? നീ കഴിക്കുന്നതല്ലോ വേഗം എടുത്തോ. വേഗം എടുത്തോളാം. കഴിച്ച് തീരുന്നതിന് മുന്നേ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. രോഗി ആരാധന ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്. കിളി പോയോ? കിളി പോയി നിൽക്കുന്നേ. കിളി പോയതാണെന്നറിയാം, എങ്കിലും ദൈവം നമ്മൾ നോക്കൂ. ഇതെന്താ ഇവിടെ ദൈവമേ, ഇതെല്ലാം ഉണ്ടോ? ഇതിലൊക്കെ അത്ര കൂടെ വെയിലുള്ളണ്ടല്ലോ. എത്ര എടുത്താലും മതിയാവത്തില്ലാത്ത സ്ഥലമാണ് ഇതല്ലേ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, അടിപൊളി. എനിക്ക് കുമിളിലോട്ട് പോകുന്നത്, കട്ടപ്പന കുമിളിലോട്ടൊക്കെ പോകുന്ന ബസ്, കൈതത്തോട്ടം, റബ്ബർ കാട്, വാവ് സൂപ്പർ, അടിപൊളി. പക്ഷേ ഇത് ഹോസ്പിറ്റലാണെന്നുള്ള ഒറ്റ കുറവുള്ളൂ. അസുഖമുണ്ടല്ലോ ഹോസ്പിറ്റലിൽ വരുള്ളൂ, ചുമ്മാ വരിക, വെറുതെ വരികയല്ലോ. പിന്നെ പുറകെ ഇതേ ഒരു മന്തിപ്പ് ഫോൺ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. കഫേ ശ്രീദേവിയോ, ശ്രീദേവി ആംബുലൻസ്, ശ്രീദേവി എൻട്രി. എന്നപ്പാ എന്നാടി കൊച്ചിനെ അവിടെ കൊണ്ടാക്കിയത് ഞാൻ? പിന്നെ എന്നെ കൊച്ചിൻ്റെ മുഖം മാറിയിരിക്കുന്നത് വൈകുന്നേരമായിരിക്കും. ഇവിടെ പ്രോഗ്രാം ഉണ്ടല്ലേ. ചായ കുടിക്കാമെന്ന് ആഗ്രഹമുണ്ട്. ചായ കുടിക്കണമെങ്കിൽ താഴെ പോകണം. വീണ്ടും അമ്മ പഴയ പടിയിലോട്ട് വീണ്ടും. എണ്ണ ആയിക്കൊണ്ടിരിക്കും മുടിയത്. മുടിയെ തന്നെ എണ്ണ കായ്ക്കുന്ന മരം. നമുക്ക് ഡിമാൻഡ് ആയിരിക്കും. മറ്റേ ഇന്നലെ വള സിനിമയ്ക്കകത്ത് വളക്ക് ഡിമാൻഡ് ഉള്ള പോലെ. എണ്ണ ഒട്ടുമില്ലേ? കാണിക്കാവോ? ഇല്ലേ? ചോന്നിരിക്കുന്നതായിട്ട് എണ്ണ കാണുന്നില്ല. ഇപ്പം മേടിക്കാൻ പറ്റുമോ? ഒന്നും മേടിക്കാം. പിന്നെ ചുണ്ട തേച്ചാൽ നല്ലതാണെന്നാണ് വിചാരം. എന്ത് ചെയ്ത്? അത് നല്ലതൊന്നുമല്ല. നല്ലത് ചെയ്തില്ലെങ്കിൽ കുരു വരും. ഇതെന്താ ഈ മുയലിന്റെ ഒക്കെ ചുണ്ട് പോലെ, ഈ മൂക്ക് വശം ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഉണ്ടല്ലോ. എനിക്കറിയാം, മനസ്സിലായി. ഞാൻ അവിടെ സന്തോഷത്തിന് വേണ്ടി മാത്രം അവിടെ കയറിയിട്ട് ക്യൂടെക്സ് നോക്ക് നല്ലതുണ്ടോ. എന്ത് ചെയ്യടി ടൗല്. ബാറ്ററി ഇല്ല, ചാർജ് തീർന്നു. 20% ഉള്ളൂ. 25 അവിടെ വരെ എത്തൂല. ഓക്കെ, ഇപ്പൊ തൂത്തിട്ട് വരട്ടെ പിച്ചേ. എന്റെ പൊന്നെ അത് ഓടാത്. മുട്ടായി ഒഴുകിയതാ. വിളിച്ചടി പപ്പേന്ന് വിളിച്ചേ. ഞാൻ കുഞ്ഞല്ല. ഇവളാ വലുത്. ഇതാ മുതുക്കി, നീ ചെറുത്. നടുക്കഷ്ണം ഒരെണ്ണം ഉണ്ട്. ഇല്ല ഇവിടെ മുതുക്കി വിളിക്കാനാ. ഞങ്ങളവിടുത്തെ മറ്റേ അന്തപുരത്തിലെ റാണിമാർ. ഞങ്ങളുണ്ട് അന്തപുരത്തിലെ റാണിമാർ. വിളിക്ക്.
പോകാം, പോയിട്ട് വരാം. ഓ എന്തോ ഇത് അമ്മോ, ഇത് പുതിയ ബിൽഡിങ്ങിൽ നിന്ന് പഴയ ബിൽഡിങ്ങിലോട്ട് പോകുന്ന പാലം. ബാ എൻ്റെ ഉടുപ്പിൻ്റെ ആ വെള്ളയാ. എടി ചോക്ലേറ്റ് വെച്ചിരുന്നോണോ എനിക്കൊരുത്തി. ഇങ്ങനെ നോക്കിയേ, ഷോളിന്റെ ഭയങ്കര തിളക്കം. ആ ഞാൻ നോക്കുന്നത് ചിലപ്പോൾ എഡിറ്റ് ചെയ്ത പറയാ. എടേ ഇല്ല, നാളെ പപ്പ ഡിസ്ചാർജ് ആവുകയാണ്. ഇപ്പം നാളെ വരണം. ഇവിടെ വെള്ളമുണ്ട്. വീടില്ല വീടില്ല വീടില്ല. അന്നാച്ചാൽ ഒരു പയ്യനുണ്ട്, ആ പയ്യൻ വീണ പോലെ വീഴുന്നീ. ചിരിക്കും ഞാൻ, വീണ ഞാൻ ചിരിക്കും. ചിരിക്കും. ഒപ്പൊന്നും പോരായിരിക്കും. മുണ്ടക്കയം വരെയോ? മുണ്ടക്കയം വരെയോ? പോരാ. 50 മുണ്ടക്കയം വരെ. 50 60 കണ്ടല്ലേ നീ പറയുന്നത്. ബാ കല്യാണം ഉണ്ടോ? അന്ന് നമ്മൾ വന്നപ്പം കല്യാണ മണ്ഡപം ഉണ്ടോന്ന് ചോദിച്ചായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ വീട് വന്നാ. അമ്മ അവിടെ നോക്കുന്നുണ്ടോ? എന്തോ പറയുന്നു. എന്താ പറയുന്നുണ്ട്? ഫോൺ എടുക്കാനായിരിക്കും. വിളിച്ചു നോക്കിയാ അമ്മ ഇങ്ങോട്ട് വിളിക്കുന്നേ. ചാടിപ്പോക്ക് ഉള്ളതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും അഴിച്ചു കൊടുത്തില്ല, വല്ലപ്പോഴും എടുത്തോളാം. അന്നേരം ഭയങ്കര ഓട്ടമാണ്. വാ നോക്കണ്ടോ പോയ സ്പീഡിൽ പിടിച്ചു വരിക.
അത് വെമ്പിളി ബസ്സാ, വെമ്പിളിക്കേ പോകുള്ളൂ, ഇങ്ങോട്ട് തരത്തില്ല, അങ്ങോട്ട് പോകത്തില്ല. ടാറ്റ ടാറ്റ തരുമോ? ഇവിടെ വെച്ചോ ഉമ്മയോ? പോവാണ്. ആ അത് നാളെ വരാം, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോവാം. സാമ്പവിടെ ബസ് വരാറായി. ഇവിടെ നോടിച്ചിരിക്കണോ? ഒളിച്ചിരിക്കാം. വിളിച്ചേ പാല് രണ്ടും അങ്ങോട്ട് എടുപ്പുവാ. ഫോണ് വെച്ചേ. അപ്പോൾ ഇവിടെ ബസ് വരുന്നുണ്ട്, പാലത്തിൽ കൂടെ വരുന്നുണ്ട്. അപ്പില്ല അല്ല എന്തോ പറയാൻ പറഞ്ഞോളൂ. അമ്മ എന്റെയും കൂടെ എടുക്കണേ. കൊച്ചെന്നാ പറഞ്ഞെന്നറിയാമോ? അല്ല ഇവിടെ മുഖത്തെന്തോ സിസ്റ്റർ വിളിച്ച് പറഞ്ഞു എന്നോട്, എന്റെ മുഖത്തെന്തോ കടിച്ചു. എന്നോട് എന്നാ പറഞ്ഞേ? ഇനി ഞാൻ കറി ചോദിക്കില്ല, എന്തോ തേച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഞാൻ പകലിരുന്നില്ലല്ലോ, ഞാൻ ഇരുന്നില്ല. 2-3 ദിവസമായിട്ട് ഓട്ടം തന്നെയാ. പേരോ? പേര് മീനു. മീൻ ചേച്ചി മറന്നുപോയി. നീ മറന്നുപോയി. അവളെല്ലാം ബൈറ്റ് എടുക്കുവാന്ന് തോന്നുന്നു. ചെയ്യില്ലടി, ചെയ്യില്ലേ? കഴിക്കാനൊന്നും ഇല്ലടി. എനിക്ക് ജയിലായിരുന്നല്ലോ, പിന്നെ ഞാൻ എന്നാ ഉണ്ടാക്കാനാ?
അവളെന്നാ പ്ലാനെന്ന് പോലും എനിക്കറിയത്തില്ല. ഓ ഓ പോയോടി ആ വഴി. എനിക്കറിയത്തില്ലെന്ന്. ആദ്യം പോയി കുളിച്ചിട്ട് പാടി. ഞാ എന്നാ മാലങ്ങ് അട്ടിച്ച് പറിക്കുവാണല്ലോ. ജയ എന്ത് നോക്കിയാ? ജയ വരുന്നുണ്ടോ നോക്കിയാ? നോക്ക് ജയ നോക്കാം. ജയ വാ അല്ലേ ജയ ജയ വാ പിടിക്കോളെ. ഓ വാ പേടിപ്പിക്കുകയാണോ? സന്തോഷം സന്തോഷം. നീക്ക് എവിടെ വായും പൊളിച്ചിരിക്കുന്നതാണ്? എത്ര നേരമായി പിള്ളേർ വന്നിട്ട്? നീ അവർക്ക് കഴിക്കാൻ തന്നെ കൊടുക്കും. നീ ഇവിടെ ഇങ്ങനെ പാട് ഇത് പൊങ്ങി പുഴു അങ്ങോട്ട് തൊട്ടതാ. അപ്പം ഞാൻ എന്തോ തേച്ചായിരുന്നു. എന്തോ സാധനം തേച്ചു. അയ്യോ അയ്യോ മറന്നുപോയി. കുറേ സാധനം പിടിക്കാൻ മറന്നുപോയി. മല്ലിപ്പൊടിയും വേറെന്തോ സാധനം. കടുകുമില്ല തീരാറായി.